ഇന്ന് രാവിലെ റിപ്പോർട്ട് ചെയ്ത ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് പഞ്ചാബിൽ ആം ആദ്മി മന്ത്രിയുടെ വസതിയിൽ ഇഡിയുടെ റെയ്ഡ് നടക്കുന്നു എന്ന വാർത്ത. 15ഓളം വാഹനങ്ങളിലായി ഇഡി ഉദ്യോഗസ്ഥർ എത്തുന്നു. കൂടാതെ CRPF ഉദ്യോഗസ്ഥരുണ്ട്. ആം ആദ്മിയുടെ, അതായത് പഞ്ചാബിൽ ആം ആദ്മി സർക്കാരാണ് ഭരിക്കുന്നത്. അവിടുത്തെ ആ സർക്കാരിന്റെ മന്ത്രിയായ അറോറ, അതായത് സഞ്ജീവ് അറോറയുടെ വസതിയിലും ഓഫീസിലും വീടിലുമൊക്കെ ഒരേ സമയം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് CRPFന്റെ സഹായത്തോടെ, അതായത് സുരക്ഷയോടുകൂടി ഒരു റെയ്ഡൊക്കെ നടക്കുന്നു. സഞ്ജീവ് അറോറയുടെ വസതി മുഴുവനും CRPFന്റെ നിയന്ത്രണത്തിലായിരുന്നു. അതിരാവിലെ മുതൽ തുടങ്ങിയ റെയ്ഡാണ്. ഇപ്പോൾ പുറത്തേക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ പഞ്ചാബ് മന്ത്രിയും ആം ആദ്മി നേതാവുമായ സഞ്ജീവ് അറോറയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തിരിക്കുന്നുവെന്ന പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ ബ്രേക്ക് ആയി വരുന്നത്. ദില്ലിയിലും ഗുരുഗ്രാം, അതോടൊപ്പം തന്നെ ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ നടന്ന റെയ്ഡിന് പിന്നാലെയാണ് പഞ്ചാബ് വ്യവസായ മന്ത്രിയായ സഞ്ജീവ് അറോറയെ ഇഡി ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. സഞ്ജീവിന്റെ ഛത്തീസ്ഗഡിലെ വസതിയിലും അദ്ദേഹവുമായി ബന്ധപ്പെട്ടവരുടെ കമ്പനികളിലുമാണ് ഇഡി ഒരേ സമയം റെയ്ഡ് നടത്തിയത്. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമാണ് അറസ്റ്റ് എന്നാണ് ഔദ്യോഗികമായി ഇഡി ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സഞ്ജീവ് അറോറയും അദ്ദേഹവുമായി ബന്ധപ്പെട്ടവരും വ്യാജ പർച്ചേസ് ബില്ലുകൾ ഉപയോഗിച്ച് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, GST റീഫണ്ട്, കയറ്റുമതി അനുബന്ധ ആനുകൂല്യങ്ങൾ എന്നിവ നേടിയെന്നാണ് കേന്ദ്ര ഏജൻസികളെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ട്. 62കാരനായ സഞ്ജീവ് അറോറ ലുധിയാന വെസ്റ്റിൽ നിന്നുള്ള MLA ആണ്. പഞ്ചാബിൽ അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് സഞ്ജീവ് അറോറയുടെ അറസ്റ്റ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അത് വലിയ രീതിയിൽ തന്നെ പഞ്ചാബിൽ ആം ആദ്മി സർക്കാരിനെ പിടിച്ചു കുലുക്കിയിരിക്കുന്നു. അതായത് അഴിമതിയെ തൂത്തുകളയും അല്ലെങ്കിൽ എന്നേക്കുമായി തുടച്ചു കളയും എന്നൊക്കെ പറഞ്ഞ് അധികാരത്തിൽ വന്ന ആം ആദ്മി സർക്കാരിന്റെ ഒരു വ്യവസായ മന്ത്രി തന്നെ 100 കോടി രൂപയുടെ അഴിമതി നടത്തിയിരിക്കുന്നുവെന്ന് കേന്ദ്ര ഏജൻസിയായ ഇഡി കണ്ടെത്തിയിരിക്കുന്നു. അതുവഴി കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തികമായി രാജ്യത്തിന് നഷ്ടമുണ്ടാക്കിയിരിക്കുന്നു. അദ്ദേഹം സ്വയമായിട്ട് ഈ സഞ്ജീവ് അറോറ വലിയ രീതിയിൽ കേന്ദ്ര സർക്കാരിനെ പറ്റിച്ചുകൊണ്ട് ലാഭം നേടിയെന്നാണ് ഇഡി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതായത് കൃത്യമായി ടാക്സ് ഒന്നും ഫയൽ ചെയ്യാതെ വലിയ രീതിയിൽ ഒരു കള്ളപ്പണം വെളുപ്പിച്ചു, ദുബായിൽ അക്കൗണ്ട് വഴി അദ്ദേഹം കള്ളപ്പണം വെളുപ്പിച്ചു എന്നൊക്കെയാണ് ഇഡി ഇപ്പോൾ പറയുന്നത്. മന്ത്രിക്കെതിരായ അറസ്റ്റ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ളതാണ് എന്നാണ് ആം ആദ്മി സർക്കാർ ഇപ്പോൾ പറയുന്നത്. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് BJP രാഷ്ട്രീയ വേട്ടയാടൽ നടത്തുകയാണെന്ന് ആം ആദ്മി ആരോപിക്കുന്നു. സംഭവത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് സിംഗ് മാൻ രംഗത്തെത്തിയിരിക്കുന്നു. റെയ്ഡ് നടത്തി കള്ളപ്പണം കണ്ടെത്താനോ അനധികൃതമായ രേഖകൾ കണ്ടെത്താനോ അല്ല ഉദ്ദേശമെന്നും BJPയിൽ ചേർന്നാൽ എല്ലാം ക്ഷമിക്കാമെന്ന സന്ദേശം നൽകാനാണ് ശ്രമമെന്നും ഭഗവത് സിംഗ് മാൻ ആരോപിക്കുന്നുണ്ട്. പഞ്ചാബ് തെരഞ്ഞെടുപ്പിൽ BJPക്ക് കെട്ടിവെച്ച കാശ് പോലും കിട്ടില്ലെന്നും അടുത്ത 20 വർഷത്തേക്ക് BJPക്ക് പഞ്ചാബിൽ കാലുകുത്താൻ പോലും കഴിയില്ല എന്നാണ് ആം ആദ്മി ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാളും പറയുന്നത്. നേരത്തെ ആം ആദ്മി രാജ്യസഭാ MP ആയിരുന്ന അശോക് കുമാർ മിത്തലും സമാന റെയ്ഡ് നേരിട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് മിത്തൽ അടക്കം 7 രാജ്യസഭാ MPമാർ ആം ആദ്മി വിട്ട് BJPയിലേക്ക് ചേർന്നത്. ഛത്തീസ്ഗഡിലെ സെക്ടർ 2ലും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ സഞ്ജീവ് അറോറയുടെ വീട്ടിലുമാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. CRPF ഉദ്യോഗസ്ഥരുടെ പൂർണ്ണ സുരക്ഷയിലാണ് രാവിലെ പരിശോധന നടന്നത്. 1 മാസത്തിനിടെ 2ാമത്തെ തവണയാണ് പരിശോധന. ഇന്നത്തെ റെയ്ഡിൽ, സംയുക്തമായി നടത്തിയ റെയ്ഡിലാണ് പലതരത്തിലുമുള്ള ഡോക്യുമെന്റ്സുകൾ, പലതരത്തിലുള്ള ബില്ലുകളെല്ലാം തന്നെ കണ്ടെത്തി. കൂടുതൽ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി അറസ്റ്റ് അനിവാര്യമാണെന്നാണ് ഇഡി ഉദ്യോഗസ്ഥർ പറഞ്ഞത്. അതുകൊണ്ടാണ് സഞ്ജീവ് അറോറയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇഡി ഉദ്യോഗസ്ഥർ ഇന്ന് റെയ്ഡ് അവസാനിച്ച സമയത്ത് പോയിരിക്കുന്നത്. ഇന്ന് രാവിലെ 15ഓളം വാഹനങ്ങളായാണ് ഇഡി ഉദ്യോഗസ്ഥർ സഞ്ജീവ് അറോറയുടെ വസതിയിൽ എത്തിയത്. വീടിന്റെ പൂർണ്ണ നിയന്ത്രണം CRPF ഏറ്റെടുത്തു. ആ സമയത്ത് തന്നെ വലിയ രീതിയിൽ ആം ആദ്മി നേതാക്കളുടെ ഒരു പ്രതിഷേധം, അതായത് ആം ആദ്മി പ്രവർത്തകരുടെ ഒരു പ്രതിഷേധമുണ്ടായിരുന്നു. ആരെയും വീട്ടിനുള്ളിലേക്ക് പ്രവേശിക്കാനോ പുറത്തു പോകാനോ ഉള്ള ഒരു അനുവാദം CRPF നൽകില്ല. ഛത്തീസ്ഗഡ്, ഗുരുഗ്രാം, ഡൽഹി എന്നിവിടങ്ങളിൽ ഇവർക്ക് ഈ സഞ്ജയ് അറോറയ്ക്ക് പല ഓഫീസുകളുമുണ്ട്. അവിടെയാണ് ഒരേ സമയം തന്നെ റെയ്ഡ് നടത്തിയതും. ഇപ്പോൾ അതിൽ നിന്നും വ്യാപകമായ ഒരു തെളിവുകൾ, അതായത് ഏറ്റവും വിലപ്പെട്ട ഒരു എവിഡൻസ് അതിൽ നിന്നും ഇഡി ഉദ്യോഗസ്ഥർ കണ്ടെടുത്തു. അതിന്റെ ഇതിലാണ് അറസ്റ്റ്. 2 ദിവസം മുന്നേ ഇഡി ഉദ്യോഗസ്ഥർ ഭഗവത് സിംഗ് മാനുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ വലം കൈയായ ഒരു IT പ്രൊഫഷണലിന്റെ വീട്ടിൽ റെയ്ഡ് നടത്താനെത്തിയപ്പോൾ ആ ഫ്ളാറ്റിന്റെ മുകളിലത്തെ നിലയിൽ നിന്നും 2.5 ലക്ഷം രൂപ അടങ്ങുന്ന ഒരു ബാഗ് അദ്ദേഹം പുറത്തേക്ക് എറിയുകയും അത് താഴെ നിന്ന ഡ്രൈവർ, അതായത് ആം ആദ്മിയുടെ മുഖ്യമന്ത്രിയായ, അതായത് പഞ്ചാബിലെ മുഖ്യമന്ത്രിയായ ഭഗവത് സിംഗ് മാന്റെ വലം കൈയായ ഈ IT പ്രൊഫഷണലിന്റെ ഡ്രൈവർ ഇത് ബാഗ് എടുത്തുകൊണ്ട് ഓടുന്ന ഒരു കാഴ്ച കണ്ടു. അതോടെ ഇഡി ഉദ്യോഗസ്ഥരായ ഡ്രൈവറുടെ പിറകെ ചെന്നിട്ടാണ് ബാഗ് കസ്റ്റഡിയിലെടുത്തത്. അതായത് അതിൽ നിന്നും 500ന്റെ നിരോധിച്ച നോട്ടുകളടക്കം കണ്ടെത്തുന്നു. കൂടാതെ ആ ഫ്ളാറ്റിന്റെ പുറകുവശത്തും 500ന്റെ നിരോധിച്ച നോട്ടുകൾ കണ്ടെത്തിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കള്ളപ്പണം വെളുപ്പിക്കലാണോ അതോ ഇനി നിരോധിച്ച നോട്ടുകളൊക്കെ എന്തിന്റെ ഒരു ബിസിനസ് ആണ് എന്നത് വ്യാപകമായി തന്നെ ഒരു പരിശോധനയിലാണ് ഇഡി. അതിന്റെ ആദ്യ പടിയായിട്ടാണ് ഇപ്പോൾ വ്യവസായ മന്ത്രിയെ തന്നെ ഇപ്പോൾ ഇഡി ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്.